വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് അനദർ വുമൺ എന്ന വർക്കാണ്. സോ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പാട്രിയാക്കൽ സൊസൈറ്റിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആ ഒരു കൾച്ചർ കസ്റ്റം പ്രീടെക്സ്റ്റ് ആയിട്ടുള്ള ഒരു വുമൺ, ആ ഒരു വുമൺ എങ്ങനെയാണ് ഇൻജസ്റ്റിസും മിസ്ട്രീറ്റ്മെൻ്റ് ആവുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നുള്ളത് ഈ ഒരു പോയത്തിൽ. അതുപോലെ തന്നെ ഈ ഒരു പോയം വ്യക്തമായിട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഡൊമസ്റ്റിക് അബ്യൂസ് ഇൻ ഹെർ പോയം അനദർ വുമൺ. ഈ ഒരു പോയത്തിലെ സെൻട്രൽ ക്യാരക്ടർ എന്നുള്ളത് വിസ് എ വുമൺ ഈസ് സബ്ജക്റ്റഡ് ടു വെറൈറ്റി ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ അറ്റ് ഹോം. അവളുടെ വീട്ടിൽ വെറൈറ്റി ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ നേരിടുന്നുള്ള ആ ഒരു വുമണാണ് ഈ ഒരു പോയത്തിലെ സെൻട്രൽ ക്യാരക്ടർ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പോയത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ദ ലൈഫ് ഓഫ് എ വുമൺ ഇൻ എ റൂറൽ ഇന്ത്യൻ ഹൗസ് ഹോൾഡ്. ഷീ ഫേസസ് ഡൊമസ്റ്റിക് അബ്യൂസ്. അതുപോലെ തന്നെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവളുടെ ഫാമിലീൻ്റെ ഇനാബിലിറ്റി ടു പേ എ സഫിഷ്യൻ്റ് ഡൗറിക്കുള്ള ആ ഒരു ഇനാബിലിറ്റി, അവളുടെ ഫാമിലിയുടെ ഇനാബിലിറ്റി കാരണമാണ് അവളൊരു ഡൊമസ്റ്റിക് അബ്യൂസ് നേരിടേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു പോയത്തിൽ യെറ്റ് അനദർ വുമൺ ബീയിങ് പ്രോൺ ടു പോയ്സണസ് ബിഹേവിയർ വിച്ച് ബ്രിങ്സ് ഹെർ ഡിസ്ട്രസ് ആൻഡ് ഹാർഡ്ഷിപ്പ്. ഈ ഒരു പോയത്തിലുള്ള ആ ഒരു പോയ്സണർ ബിഹേവിയർ എന്ന് പറയുന്നുള്ളത് അത് ഡിസ്ട്രസ്സിലേക്കും ഹാർഡ്ഷിപ്പിലേക്കാണ് കൊണ്ടുവരുന്നുള്ളത് എന്നാണ് പറയുന്നുള്ളത്. ഈ ഒരു പോയത്തിൽ ചിത്രീകരിക്കുന്നുള്ളത് പാട്രിയാക്കൽ സൊസൈറ്റിയിലെ ട്രാപ്പഡ് ആയിട്ടുള്ള വുമൺ സൈലൻ്റായിട്ട് സഫർ ചെയ്യുകയും അതുപോലെ തന്നെ ഡെയിലി സ്ട്രഗിളും ചെയ്യുന്നുള്ള ആ ഒരു വുമണിനെയാണ് ഈ ഒരു പോയം ചിത്രീകരിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പോയത്തിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഡൊമസ്റ്റിക് അബ്യൂസും അതുപോലെ തന്നെ അവൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള ഒപ്രഷനും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു ഇഗ്നോറേഷനൊക്കെയാണ് ഈ ഒരു പോയത്തിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. വിത്ത് ദ ഫൈനൽ ലൈൻ വി ഷീൽഡ് അവർ ഫേസസ് ഫ്രം the heat, emphasizing society's indifference to her plight and the brutal reality of domestic violence. ഈ ഒരു പോയത്തിൻ്റെ അവസാനത്തെ ലൈനിലുള്ള വി ഷീൽഡ് അവർ ഫേസസ് ഫ്രം ദ ഹീറ്റ് എന്നുള്ളത് എംബസൈസ് ചെയ്യുന്നുള്ളത് അവളോടുള്ള സൊസൈറ്റീൻ്റെ ഇൻഡിഫറൻസ് എംബസൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ബ്രൂച്ചൽ റിയാലിറ്റിയാണ് എംബസൈസ് ചെയ്യുന്നുള്ളത് ആ ഒരു ഫൈനൽ ലൈൻ എന്നുള്ളത്. ഇനി ഈ ഒരു പോയത്തിൻ്റെ കീ പോയിൻറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ചോർസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. ഈ ഒരു പോയം ഡെപ്പിക്റ്റ് ചെയ്യുന്നുള്ളത് വുമൺസ് മുണ്ടൈൻ ഡെയിലി റൊട്ടീൻ ഫിൽഡ് വിത്ത് ഹൗസ് ഹോൾഡ് ചോർസ് where she is constantly scrutinized and expected to maintain a perfect home despite the hardships she endures. അവൾ എന്തൊക്കെ